അധ്യായം 2. നിഴലിലെ ചങ്ങലകൾ രാത്രിയായി. കരിമനയെ ഇരുട്ട് പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു. മുറിയിലെ ചെറിയ മണ്ണെണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ രേഖ ആ ചുവരിലെ "രക്ഷപ്പെടൂ" എന്ന ആ എഴുത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ ഹൃദയം പടപട എന്നിടിക്കുന്നുണ്ടായിരുന്നു. ഭദ്രൻ പറഞ്ഞ ആ നിയമം അവളുടെ കാതുകളിൽ മുഴങ്ങി. രാത്രി 12 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത്. പക്ഷേ പുറത്തുകാറ്റിൽ ഒഴുകി വന്നിരുന്ന ആ നേർത്ത നിലവിളി അവളെ അടങ്ങിയിരിക്കാൻ സമ്മതിച്ചില്ല. അത് മാലതി ചേച്ചിയുടെ ശബ്ദം തന്നെയാണെന്ന് അവളുടെ മനസ്സ് പതുക്കെ മന്ത്രിച്ചു. അവൾ പതുക്കെ വാതിൽ തുറന്നു. തുരുമ്പിച്ച വിജാഗിരികൾ വേറെ ശബ്ദമുണ്ടാക്കി. മനയുടെ ഇടനാഴികൾ നീളമേറിയതും നിഗൂഢവുമായിരുന്നു. ചുവരുകൾ തൂക്കിയ ആ പഴയ പൂർവികരുടെ ചിത്രങ്ങൾ തന്നെ രൂക്ഷമായി നോക്കുന്നത് പോലെ രേഖയ്ക്ക് തോന്നി. തറവാടിലെ മരപ്പലകകൾ ഓരോ ചുവടിലും ഞരങ്ങുന്നു. പതുക്കെ അവൾ തെക്കേ അറ്റത്തുള്ള ആ രഹസ്യമുറിക്ക് അടുത്തേക്ക് നീങ്ങി. അവിടെ ഒരു വലിയ വാതിലുണ്ടായിരുന്നു. ആ വാതിലിന്റെ വിടവിലൂടെ ഒരു ചുവന്ന വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം രൂക്ഷമായ മന്ത്രോച്ചാരണങ്ങളും. രേഖ പതുക്കെ ആ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കി. കണ്ട കാഴ്ച അവളുടെ രക്തം തണുപ്പിച്ചു കളഞ്ഞു. മുറിക്ക് നടുവിൽ വലിയൊരു ഹോമകുണ്ഡം. അതിൽ നീല നിറത്തിലുള്ള തീജ്വാലകൾ ഉയരുന്നു. അതിനു മുന്നിൽ ഭദ്രൻ ഇരിക്കുകയാണ്. അവൻ ഇപ്പോൾ പഴയ ഭദ്രനല്ല. അവന്റെ മുഖം വികൃതമായിരിക്കുന്നു. തൊലിപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ മാംസം അഴുകിയതുപോലെ. അവൻ തന്റെ ബ്രഹ്മചര്യത്തിന്റെ ശക്തി ഉപയോഗിച്ച് യൗവനം നിലനിർത്താൻ ശ്രമിക്കുകയാണെങ്കിലും അകമേ അവനൊരു പ്രേതമായി മാറിയിരിക്കുന്നു. ഭദ്രൻ കപാലത്തിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം അവളുടെ നേരെ തളിച്ചു. "കരയൂ മാലതി, നിന്റെ വേദനയിൽ നിന്നാണ് എനിക്ക് ശക്തി ലഭിക്കുന്നത്. നാളെ ഈ രാത്രി പൗർണമിയാണ്. അന്ന് നിന്റെ ആത്മാവിന് ഞാൻ ഈ ഭൂതത്തിന് നൽകും. അതോടെ എന്റെ ബ്രഹ്മചര്യം പൂർണ്ണമാകും. എനിക്ക് മരണമില്ലാത്തവനാകാം." ഭദ്രൻ ഭ്രാന്തമായി ചിരിച്ചു. രേഖയ്ക്ക് നിലവിളിക്കണമെന്ന് തോന്നി. പക്ഷേ അവൾ വായ പൊത്തിപ്പിടിച്ചു. അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവളുടെ പുറകിൽ ഒരു വലിയ തണുപ്പ് അനുഭവപ്പെട്ടു. ആരോ തന്റെ തോളിൽ കൈവച്ചിരിക്കുന്നു. ഭയം കൊണ്ട് വിറച്ച അവൾ സാവധാനം തിരിഞ്ഞു നോക്കി. ഭദ്രനല്ല, മനുഷ്യനേക്കാൾ ഉയരമുള്ള, നീണ്ട കൈകളുള്ള, മുഖം വ്യക്തമല്ലാത്ത ഒരു നിഴൽ രൂപം. അതിന്റെ കണ്ണുകൾ ഇരുട്ടിൽ ചുവന്നു തിളങ്ങുന്നു. ഭദ്രന്റെ അടിമയായ ആ ഭൂതം അത് അവളുടെ കഴുത്തിന് നേരെ കൈനീട്ടി. രേഖ കണ്ണുകൾ ഇറുക്കിയടച്ചു. മരണം ഉറപ്പായ നിമിഷം. പക്ഷേ ആ നിഴൽ രൂപം അവളെ ഉപദ്രവിച്ചില്ല. പകരം അവളുടെ കാതുകളിൽ ഒരു നേർത്ത ശബ്ദം മുഴങ്ങി. ആദ്യവീശും പോലുള്ളൊരു ശബ്ദം. "കൊല്ലണം അവനെ." രേഖ അത്ഭുതത്തോടെ കണ്ണു തുറന്നു. ആ ഭൂതം അവളെ കൊല്ലാനല്ല, മറിച്ച് എന്തോ ഒരു സഹായം ചോദിക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. അതിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ഭദ്രന്റെ മന്ത്രബന്ധനത്തിൽ നീറുകയാണ്. ഭൂതം പെട്ടെന്ന് അപ്രത്യക്ഷനായി. തൊട്ടു പിന്നാലെ പൂജാമുറിയുടെ വാതിൽ തള്ളിത്തുറക്കുന്ന ശബ്ദം കേട്ടു. "ആരാ ആരാ അവിടെ?" ഭദ്രന്റെ അലർച്ച കേട്ടതും രേഖ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു.